ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് ആരോടൊക്കെ വിദ്വേഷവും ശത്രുതയും ദേഷ്യവും കോപവും ഉണ്ട് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവിനോട് കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51 കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളോടോ നമ്മുടെ ഗുരുക്കന്മാരോടോ അധ്യാപകന്മാരോടോ മറ്റ് ആരോടൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ കോപവും വിദ്വേഷവും വെച്ചിരിക്കുന്നത്? നമ്മുടെ കൂടപ്പിറപ്പുകളോടോ നമ്മുടെ സഹപാഠികളോടോ സഹപ്രവർത്തകരോടോ അധികാരികളോടോ നമ്മുടെ കുടുംബാംഗങ്ങളോടോ ജീവിത പങ്കാളിയോടോ മക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ അയൽവാസികളോടോ ആരോടാണ് നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യവും അവിശ്വാസവും സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ? ചില കാരണങ്ങൾ, ചില സംഭാഷണങ്ങൾ, ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ, വിദ്വേഷഭരിതമായ ഏതെങ്കിലും കാര്യം നമുക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് എല്ലാവരോടും ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കു വേണ്ടി ഇന്ന് ഈ സങ്കീർത്തനം 51 പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 51. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്കു മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ഏറ്റവും കരുണാമയനായ ദൈവമേ, സ്നേഹസമ്പൂർണനായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യുവതിയുവാക്കളെ, കുഞ്ഞുമക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായ കോപവും വിദ്വേഷവും ശത്രുതയും
അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരസ്പരം സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അതിനാൽ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഉണ്ടായ വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. കർത്താവേ, ചില തെറ്റായ ബോധ്യങ്ങൾ ശരിയെന്ന് വിചാരിച്ച് ഞങ്ങൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അതെല്ലാം കാണിച്ചത് ഞങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹക്കുറവാണ്, ബഹുമാനക്കുറവാണ്. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അത് ശരിയെന്ന് വാദിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിച്ച സംഭവങ്ങളുണ്ടായി. ഞങ്ങൾക്ക് മാപ്പ് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ചില തെറ്റായ ബോധ്യങ്ങൾ കാരണം കർത്താവേ, മറ്റുള്ളവർ ആണ് തെറ്റുകാര് എന്ന് മനസ്സിലാക്കിയ ആ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. എപ്പോഴൊക്കെ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുവോ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷം തന്നെ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് തിരികെ വരാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരെയും, ഞങ്ങൾ ഇന്ന് ഇടപഴകിയ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നാരെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചുവോ, ഇന്നാരെക്കുറിച്ച് ആരെയൊക്കെ ഞങ്ങൾ കേട്ടുവോ, എല്ലാവരെയും അങ്ങേ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴൊക്കെ ഞങ്ങളുടെ സംസാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ മറ്റുള്ളവരുടെ ഹൃദയം മനസ്സ് വേദനിച്ചുവോ, അതിനാൽ ഈ സമയം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകി ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൂടുതലായി ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ കാരണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും അവിടുന്ന് എടുത്തു കളയരുതേ. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം ഈ രാത്രിയിൽ നൽകി ഉറങ്ങാൻ മുൻപ് എല്ലാത്തിനും നന്ദിയുള്ളവരായി ഉറങ്ങാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൃപ തരണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന് അരുളി ചെയ്ത നാഥ, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ എല്ലാവരുടെയും തെറ്റുകൾ ക്ഷമിച്ച്, പാപങ്ങൾ ക്ഷമിച്ച്, കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച്, ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി ഞങ്ങൾക്കാവശ്യമായ തിരുത്തലുകൾ സ്വീകരിച്ച് ഈ രാത്രിയിൽ ശാന്തമായി നിർമ്മലമായ ഹൃദയത്തോടുകൂടി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഹൃദയം വേദനിപ്പിച്ച എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആരോടൊക്കെ ഞങ്ങൾ തെറ്റു ചെയ്തോ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ തെറ്റ് ചെയ്തോ, വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ആരെയൊക്കെ ഞങ്ങൾ വേദനിപ്പിച്ചോ, അവരെല്ലാം നീ സമൃദ്ധമായി ഈ രാത്രിയിൽ എല്ലാ കൃപാവരങ്ങളാലും ദൈവീക ചൈതന്യത്താൽ ശക്തിയാൽ നീ അവരെ നിറയ്ക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതലായി അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുകൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മനസ്സാന്തരത്തിൻ്റെയും ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആരൊക്കെ ശത്രുതയിൽ കഴിയുന്നുവോ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരൊക്കെ കോപത്തിലും ശത്രുതയിലും വിദ്വേഷത്തിലും ജീവിക്കുന്നുവോ അവരെല്ലാം ഇന്ന് രാത്രിയുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും യുവാക്കളെയും പ്രത്യേകമായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അവരിലുള്ള എല്ലാ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ നീ വേരോടെ പിഴുതെറിയണമേ. ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും വിത്തുകൾ ഞങ്ങളുടെ യുവതലമുറയിൽ നിന്ന് നീ പിഴുതെറിയണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്നവർ, കർത്താവെ, ഞങ്ങളുടെ യുവാക്കൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ
തിന്മയുടെ സ്വാധീനങ്ങളെ നീ ഈ രാത്രിയിൽ എന്നേക്കുമായി പിഴുതെറിയണമേ. ശത്രുതയുടെ വിത്തുകളെ നീ എന്നേക്കുമായി പിഴുതെറിഞ്ഞ് സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകി ഈ രാത്രിയിൽ അവരെ സുഖപ്പെടുത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ശത്രുതയിൽ നിന്നും, കോപത്തിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വിമുക്തമാക്കി ശാന്തമായ ഒരു ഉറക്കം നൽകി, ഹൃദയത്തിൽ സ്നേഹം നിറച്ച്, മനസ്സിൽ സന്തോഷം നിറച്ച്, ശരീരത്തിന് ആരോഗ്യം നൽകി നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നല്ലൊരു പ്രഭാതം കാണാൻ അവിടുന്ന് നമ്മെ ഉണർത്തുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.